വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ശബരിമല യാത്രയിൽ എല്ലാം കൃത്യമായി പെയിൻ്റ് അടിച്ച് യാതൊരുവിധ പണികൾക്കും ബാക്കിയില്ലാതെ നടത്തുന്ന കൊണ്ടുവയ്ക്കുന്ന ഒരേ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സാധനമാണ്. അതായത് ഇതിനെ കാണിക്കവഞ്ചി. ഈ കാണിക്കവഞ്ചിക്ക് മാത്രം ഒരു പണി ഉണ്ടാവില്ല, വളരെ കൃത്യമായിട്ട് അവർ ചെയ്തു വയ്ക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് തലപ്പാറമല ക്ഷേത്രത്തിലാണ്. അതിൽ ആദിമ കാലത്ത് ഇതേപോലെയുള്ള വിഗ്രഹാരാധനയായിരുന്നു നമ്മളുടേതെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തലപ്പാറ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഉള്ള ശിലാബിംബങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഈ രൂപങ്ങൾക്ക് കൃത്യമായ ഭാവ കാര്യങ്ങളൊന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയെന്ന് വരില്ല. അത് ഭഗവാന്റെ രൂപമുണ്ട്, അതേപോലെ മഹാദേവൻ്റെ രൂപങ്ങളുണ്ട്, നാഗരൂപങ്ങളുണ്ട്. അങ്ങനെ പല പല രൂപങ്ങളിലാണ്. ഇവിടെ വലിയ ഒരു ആലുണ്ട്. ഈ ആലിൻ്റെ ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ കാലപ്പഴക്കം എത്ര എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഈ ആലിവിടെ നിൽക്കുന്നത് ഇതിൻ്റെ മറ്റൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മലയിലെ പാറയുടെ മുകളിലാണ്. കാലക്രമത്തിലൊക്കെ അതാണ്ടോ പുതിയ പുതിയ ഭാവങ്ങളൊക്കെ ആലിൻ്റെ ഇപ്പുറത്ത്. ഇതൊന്നും ആദ്യമുള്ള രൂപങ്ങളൊന്നുമല്ല, ഇപ്പോൾ അതാണ്ടോ വളരെ വളരെ അടുത്ത് കൊണ്ടുവച്ചിരിക്കുന്ന രൂപങ്ങളാണ്. ഇതിനെല്ലാം ദേവസ്വം ബോർഡ് ഒരു പരിധി വരെ ഇതൊക്കെ ദേവസ്വം ബോർഡ് ഇതിനൊക്കെ കണ്ണടയ്ക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരേ ഒരു ആവശ്യമുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു പണിയും വളരെ കൃത്യമായിട്ട് വളരെ ശുഷ്കാന്തിയോടുകൂടി കൊണ്ടുവയ്ക്കുന്ന ഒരേ ഒരു സാധനം ദേവസ്വം ബോർഡ് ഒന്ന് മാത്രമാണ്. ഈ കാണുന്ന കാണിക്ക വഞ്ചികൾ. ചെറുതും വലുതുമായതേണ്ട ഒരേ സ്ഥലത്ത് അടുപ്പിച്ചേണ്ട. ഇതിനൊന്നിനും ഒരു കേടുപാടും അവർ സംഭവിക്കാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ ഭഗവാന്റെ ഭൂതഗണങ്ങളായിട്ടുള്ള ഇവരെല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ യാത്ര തുടരുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.